ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. ഇന്ന് നമ്മുടെ ന്യൂസ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നിഫ്റ്റി അങ്ങനെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ഒക്കെ ചെയ്ത പോലെ തന്നെ വലിയ വോളിയം ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പോയിന്റുകളൊന്നും തന്നെ ഫോൾ ആയിട്ടില്ല. 2022 ശേഷം നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഫോളാണ് കഴിഞ്ഞ ഒരു 3-4 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് 1200 പോയിന്റാണ് നിഫ്റ്റിയിൽ ഒരു വീക്കിലി അടിസ്ഥാനത്തിൽ ഫോൾ ആയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഉള്ളത് 23,844 200 DMA ആണ് ആ ഒരു റേഞ്ചിൽ. നിഫ്റ്റി ഇന്ന് സ്ലൈറ്റ്ലി ഗ്യാപ് അപ്പിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഫോളായി കൺസോൾഡേറ്റ് ചെയ്തു. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 200 പോയിന്റിൻ്റെ ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും അദാനി പോർട്ട് 5%, MNM, SBI ലൈഫ്, ശ്രീരാം ഫിനാൻസ്, മാരുതി സുസുക്കി 1.5% മുതൽ 5.2% വരെയുള്ള ഒരു റാലി ഉണ്ടാക്കി. ഏഷ്യൻ പെയിന്റ് സ്റ്റിൽ ഫോളിലാണ്, 1% ഫോളോ ചെയ്തു. ടൈറ്റാൻ 1% ഫോളായി. GSW സ്റ്റീലും ഗ്രാസിമിൻ നെസ്ലയും ഫോളായ മറ്റ് കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ബിറ്റ്കോയിൻ 2800 പോയിന്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായി. 95 ആണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ സ്പോട്ട്. ബ്രന്റ് ഓയിൽ $73 പെർ ബാരൽ. ഗോൾഡ് $2628 പെർ ഔൺസ്. $11 ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട് ഗോൾഡ്. ഇന്ത്യ വിക്സ് 6.4% സ്പൈക്കായി 14 ഇന്ത്യ വിക്സ്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, 156 പോയിന്റിന്റെ ഡീവ്. എന്നാൽ US മാർക്കറ്റും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യപ്പോൾ തന്നെ യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ കൂട്ട അവധിയിലാണ്, ക്രിസ്മസ് അവധിയിലാണ് ഉള്ളത്. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ASME സോളാർ ഹോൾഡിംഗ് കമ്പനി ഇവരുടെ ഒരു 1988 കോടി രൂപയുടെ ഒരു ലോൺ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ് ലോൺ കിട്ടിയിട്ടുള്ളത്. ഇവരുടെ റിന്യൂവബിൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി ഉപയോഗപ്പെടുത്തും. ഷീ സിമെന്റ് കമ്പനി Q3 റിസൾട്ട് ജാനുവരി 30 അപ്പോൾ ജാനുവരി മിഡിലോട് കൂടിയിട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇൻഫോസിസ്, അതല്ലെങ്കിൽ വിപ്രോ തുടങ്ങിയ IT കമ്പനീസിൻ്റെയും, അതിനുശേഷം HDFC ബാങ്കും ICC ബാങ്കും, ഇപ്പോൾ ഷീ സിമെന്റ് ജാനുവരി 30 ഉള്ളത്. അപ്പോൾ റിസൾട്ട് കലണ്ടർ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാവുന്ന, നമുക്ക് അതനുസരിച്ചുള്ള ട്രേഡറെല്ലാം തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സാഗ്ലിറ്റി ഇന്ത്യ ലിമിറ്റഡ് കമ്പനി ഇന്നും 5% അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ IPO പ്രൈസിൽ നിന്ന് ഏകദേശം 71% ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ സ്റ്റോക്ക് വിൽക്കാത്ത ആളുകൾ കമൻറ്റ് ചെയ്യുക. വെൽസ്പൻ കോർപ്പ് കമ്പനി ഇവർക്ക് ഫർദറായിട്ട് വീണ്ടും ഒരു ഓർഡർ കിട്ടി. രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഇവർക്ക് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടിയതായിട്ട് ഉള്ള ന്യൂസ്. വിക്ക് സിസ്റ്റം ലിമിറ്റഡ് കമ്പനി ഇവരുടെ പാരന്റ് കമ്പനി ഒരു ബൾക്ക് ഡീലിൽ ഏർപ്പെട്ടു. സ്റ്റോക്ക് നിന്ന് ഏകദേശം ഒരു റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓല ഇലക്ട്രിക്കൽ മൊബിലിറ്റി ലിമിറ്റഡ് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇന്ത്യയിലുടനീളം 4000 പുതിയ സ്റ്റോറുകൾ ഇവർ ആരംഭിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓല ഇലക്ട്രിക്കൽ മൊബിലിറ്റി ലിമിറ്റഡ്. പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി ഇവരുടെ അമോണിയ ആൻഡ് യൂറിയ പ്ലാന്റ് പ്രൊഡക്ഷൻ റെസ്യൂം ചെയ്തു, പുനരാരംഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. ക്വിസ് കോർപ്പ് കമ്പനി കർണാടക ഹൈക്കോർട്ട് 180 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ഇവർക്ക് അയച്ചിരുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. മനോരമ ഇൻഡസ്ട്രീസ് കമ്പനി LIC മ്യൂച്വൽ ഫണ്ട്, ആദിത്യ സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ കമ്പനീസ് ഏകദേശം 3 കളക്റ്റീവായിട്ടാണ് 3% സ്റ്റേക്ക് മനോരമ ഇൻഡസ്ട്രീസിൻ്റെ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ ഇവർ പുതിയതായിട്ട് A350 എയർക്രാഫ്റ്റ് 30 ഓർഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഡൊമസ്റ്റിക്കിലും ഇവരുടെ ബിസിനസ് വിപുലീകരിക്കുന്നുണ്ട്. ഇന്റർനാഷണലും പുതിയ സർവീസുകളെല്ലാം തന്നെ അവർ ആരംഭിച്ചു. ഇന്ത്യയിൽ ഈ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഏവിയേഷൻ സെക്ടറിൽ ഏകദേശം 60% വിപണി പങ്കാളിത്തം കൈവശമുള്ള ഒരു കമ്പനിയാണ് ഇൻഡിഗോ. ഗോവ കാർബൺ കമ്പനി ഇവരുടെ ഗോവയിലുള്ള പ്ലാന്റ് ടെമ്പററി ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഡിസംബർ 25 ഷട്ട് ഡൗൺ ചെയ്തത്. അലിഗർ എന്റർപ്രൈസസ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, സെബി ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേഴ്സ് എല്ലാം തന്നെ റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു അംഗീകാരം കൊടുത്തു. ആദിത്യ ബിർള ക്യാപിറ്റൽ ഇവർ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വരികയാണെന്നുള്ള ഒരു ന്യൂസാണ്. ഇവർ പാരന്റ് കമ്പനി ഇവർ ഫോം ചെയ്തിട്ടുണ്ട്. സ്നോമാൻ ലോജിസ്റ്റിക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സ്നോമാൻ ലോജിസ്റ്റിക്കിന്റെ സ്റ്റേക്ക് അക്യൂർ ചെയ്തു. കല്യാണി കാസ്റ്റ് ടെക് കമ്പനി സ്മാർട്ട് ഹൊറിസോൺ ഓപ്പർച്യൂണിറ്റി ഫണ്ട് കല്യാണി കാസ്റ്റിന്റെ ഏകദേശം 0.68% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. NTPC ഗ്രീൻ കമ്പനി ഇവരുടെ ലോക്കിംഗ് പീരീഡ് ഇന്ന് തീർന്നു എന്നുള്ള ന്യൂസ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു.
PNC ഇൻഫ്ര കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പനാസിയ ബയോട്ടിക് കമ്പനി ഇന്ന് 5% യൂസ് ചെയ്യാണ് ഇവരുടെ പുതിയ മെഡിസിൻ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടിയ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നാളെ രാവിലെ പ്രീ മാർക്കറ്റായിട്ട് എത്താം. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫുജേറയിൽ നിന്ന് നേരെ തിരിച്ച് ദുബായിലെത്തി. ഇനിയിപ്പോൾ 3 ദിവസം ഇവിടെയാണ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.